സോവിയറ്റ് ഭരണാധികാരി ജോസഫ് സ്റ്റാലിനെ മറികടന്ന് ഏറ്റവും അധികം കാലം അധികാരത്തിലെത്തുന്ന ഭരണാധികാരി വ്ളാദിമിർ പുടിൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ലഭിച്ചാണ് പുടിൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ 5ാം ടേം ഉറപ്പിക്കുന്നത്. 1929 തുടങ്ങി 24 വർഷം നീണ്ടുനിന്ന സ്റ്റാലിന്റെ ഭരണം ഇതോടെ പുടിൻ മറികടന്നിരിക്കുന്നു. വിമർശകരെ എന്നും അടിച്ചമർത്തിയിട്ടുള്ള അവരെ ഭൂരിഭാഗവും ജയിലിലടയ്ക്കുന്ന പുടിൻ എന്ന നേതാവിന്റെ 5ാമത്തെ തെരഞ്ഞെടുപ്പ് വിജയം ഒരിക്കലും സംശയാസ്പദമായിരുന്നില്ല. കഴിഞ്ഞ മാസമാണ് പുടിന്റെ ഏറ്റവും വലിയ എതിരാളിയായ അലക്സി നവൽനി ആർട്ടിക് ജയിലിൽ വെച്ച് മരണപ്പെട്ടത്. രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കിയും മറ്റുള്ളവരെ തനിക്കെതിരെ മത്സരിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന പുടിന്റെ മത്സര രീതി കണക്കിലെടുക്കുമ്പോൾ വോട്ടെടുപ്പ് സ്വതന്ത്രമോ നീതിയുക്തമോ അല്ലെന്ന് വൈറ്റ് ഹൗസിന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് പറയുന്നു. പുടിനെതിരെ ആയിരക്കണക്കിന് പേർ റഷ്യയിൽ പ്രതിഷേധിക്കാനിറങ്ങിയപ്പോൾ നവൽനിയെ പിന്തുണയ്ക്കുന്നവരാണ് ഇതിന് ആഹ്വാനം ചെയ്തത്. നവൽനിയുടെ മരണത്തിൽ പുടിൻ ഭരണകൂടത്തിന്റെ പങ്ക് ആരോപിച്ചായിരുന്നു ഈ പ്രതിഷേധം. വിജയത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അലക്സി നവൽനിയെ വിട്ടയക്കാൻ താൻ ആലോചിച്ചിരുന്നതായും പുടിൻ പ്രതികരിക്കുന്നുണ്ട്. പുടിന്റെ റെക്കോർഡ് സ്റ്റാലിന്റേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് കാലം പിറകോട്ട് സഞ്ചരിക്കണം. ബ്രിട്ടീഷ് ചരിത്രകാരനായ അന്തരിച്ച റോബർട്ട് കോൺക്വസ്റ്റ് ദ ഗ്രേറ്റ് ടെറർ, ദ ഹാർവെസ്റ്റ് ഓഫ് സോറോ എന്നീ പുസ്തകങ്ങളിൽ സ്റ്റാലിന്റെ ഭരണരീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പുടിന് എന്നും സ്റ്റാലിനോട് ഒരു ആരാധനയുണ്ടായിരുന്നു. നിലവിൽ റഷ്യയിലുടനീളം സ്റ്റാലിന്റെ 100 കണക്കിന് പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. 20 ദശലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ ജോസഫ് സ്റ്റാലിൻ തീവ്ര കമ്മ്യൂണിസത്തിലെ സ്വേച്ഛാധിപതിയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ആ സ്റ്റാലിനിസത്തിന്റെ ആഘാതത്തിൽ നിന്ന് റഷ്യ ഇതുവരെ പൂർണ്ണമായും കരകയറിയിട്ടില്ല എന്നതാണ് സത്യം. ആ ആഘാതത്തിന്റെ ജീവിക്കുന്ന ആൾരൂപമാണ് പുടിൻ. സ്റ്റാലിൻ കാലഘട്ടത്തിലെ പൂർത്തിയാകാത്ത നയങ്ങൾക്ക് പിൻഗാമിയായി ജീവിക്കുകയാണ് പുടിൻ ഇപ്പോൾ. ആ സ്വേച്ഛാധിപത്യം നിലനിർത്തിക്കൊണ്ടുള്ള പുടിന്റെ മീഡിയ സ്റ്റണ്ടും ഏറെ പ്രസിദ്ധമാണ്. ക്യാമറയ്ക്ക് വേണ്ടി ജിമ്മിൽ കാണിച്ച വിക്രയകളും ഉൾക്കടലിന്റെ ആഴങ്ങളിലേക്ക് പോയ കപ്പൽ യാത്രയും ഹാങ്ഗ്ലൈഡറിൽ പറക്കലും ധ്രുവക്കരടിയെ പരിചരിച്ചതുമെല്ലാം ഇവയിൽ ചിലത് മാത്രം. 2010 സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജൂഡോ പരിശീലനത്തിലും പുടിൻ പങ്കെടുത്തിട്ടുണ്ട്. പുടിൻ ജൂഡോയിൽ ബ്ലാക്ക് ബെൽറ്റാണ്. 2010 മംഗോളിയൻ അതിർത്തിയിൽ തോക്കുമായി മൃഗവേട്ടയ്ക്കിറങ്ങിയ പുടിന്റെ ചിത്രങ്ങളും ടൈവ മലനിരകളിലെ കുതിരയെ പോറ്റുന്നതും ചൂണ്ടയിടുന്നതുമെല്ലാം ഏറെ വൈറലായിരുന്നു. എതിർപ്പുകളെ നിഷ്കരണം അടിച്ചമർത്തി തന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന വ്ളാദിമിർ പുടിൻ 87% വോട്ടുകൾ സ്വന്തമാക്കിയാണ് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 5ാമതും അധികാരത്തിലെത്തിയത്. വരുന്ന 6 വർഷത്തെ ഭരണം പുടിൻ ഉറപ്പിക്കുന്നതോടെ അധികാര കസേരയിൽ ഏറ്റവും കൂടുതൽ നാളിരുന്ന ഭരണാധികാരി എന്ന സ്റ്റാലിന്റെ റെക്കോർഡ് മറികടക്കുന്നു. എന്നാൽ രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ തടവിലാക്കിയും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുമാണ് വീണ്ടും പുടിൻ റഷ്യൻ പ്രസിഡന്റാകുന്നതെന്നാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും പ്രതികരണം. വെറും 4% വോട്ടുകൾ മാത്രം നേടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് നിക്കോളായ് ഖാരിറ്റോനോവ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ പുതുമുഖമായ വ്ളാഡിസ്ലാവ് ദവൻകോവ് 3ാമതും അൾട്രാ നാഷണലിസ്റ്റ് ലിയോണഡ് സ്ലിസ്കി 4ാമതും എത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ മിലിറ്ററിയെ ശക്തിപ്പെടുത്തുമെന്നും യുക്രൈനിലെ പ്രത്യേക സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുമെന്നും 5ാം വിജയത്തിനു ശേഷം പുടിൻ പ്രതികരിച്ചു. 2000-ലാണ് ആദ്യമായി പുടിൻ അധികാരത്തിലേറിയത്. മുൻ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ രാജിവെച്ചതോടെ പുടിനെ ആക്ടിംഗ് പ്രസിഡന്റായി ആദ്യം നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. തുടർന്ന് 2004-ലും 2008-ലും 2012-ലും 2018-ലും പുടിൻ തന്നെ പ്രസിഡന്റായി. ഇത്തവണ പുടിനൊപ്പം മത്സരിച്ച റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിക്കോളായ് ഖരിറ്റനോവ്, നാഷണലിസ്റ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യയുടെ ലിയോണഡ് സ്ലിസ്കി, ന്യൂ പീപ്പിൾ പാർട്ടിയുടെ വ്ളാഡിസ്ലാവ് ദാവൻകോവ് എന്നിവർ പുടിന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും തെരഞ്ഞെടുപ്പ് നാടകത്തിലെ കരുക്കൾ മാത്രമാണ് ഇവരെന്നും ആരോപണമുയർന്നിരുന്നു. പുടിന് വെല്ലുവിളി ഉയർത്തിയ ഏക സ്ഥാനാർത്ഥി ബോറിസ് നദഷിനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയ സംഭവം, പുടിൻ വിമർശകൻ അലക്സി നവൽനിയുടെ മരണവും യുക്രൈൻ അധിനിവേശവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. പുടിന് വെല്ലുവിളി ഉയർത്തിയ ഏക സ്ഥാനാർത്ഥി ബോറിസ് നദഷിനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുകയുണ്ടായി. ഇത് തെരഞ്ഞെടുപ്പല്ല, മറിച്ച് പുടിനോടുള്ള കൂററിയുന്നതിനുള്ള ജനഹിത പരിശോധന മാത്രമാണ് എന്നായിരുന്നു റഷ്യൻ ജേർണലിസ്റ്റ് മാഷ ലിപ്മാന്റെ വാദം. ലെവാഡ സെന്റർ 2024 ജനുവരിയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ 85% പേരും റഷ്യ യുക്രൈൻ യുദ്ധത്തിലുള്ള പുടിന്റെ തീരുമാനങ്ങളെ അനുകൂലിച്ചവരാണ്. 77% പേർ സൈനിക നീക്കത്തെയും അനുകൂലിച്ചു. യുക്രൈനിൽ നാസിസത്തിനെതിരെ ആരംഭിച്ച യുദ്ധം പിന്നീട് പടിഞ്ഞാറൻ രാജ്യങ്ങളോടുള്ള യുദ്ധമായി പരിണമിച്ചു. റഷ്യയെ നേരിടാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപകരണം മാത്രമാണ് ഉക്രൈൻ എന്ന് പുടിൻ പരസ്യമായി പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വിരോധങ്ങൾ വന്നപ്പോഴും റഷ്യ പിടിച്ചു നിന്നത് പുടിന്റെ കഴിവിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം വഴി മിലിറ്ററി വ്യാവസായിക അടിത്തറ ശക്തമായി. മിലിറ്ററി കോൺട്രാക്റ്റുകൾ വർദ്ധിച്ചു. വിദഗ്ധ തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് കൂടി.
മാത്രവുമല്ല പുട്ടിന്റെ ജനപിന്തുണയും വർദ്ധിച്ചു. ഇപ്പോൾ ആധുനിക റഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയാകുന്ന വ്യക്തിയായി 71 വയസ്സുള്ള വ്ളാദിമിർ പുടിൻ വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്.